ആശ ബിനോജി. ആശാസ് കിച്ചൺ മോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങയും ഉണക്കമീനും കൂടെ ചേർന്നിട്ടുള്ള ഒരു തോരനാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് ആവശ്യമായത് ഒരു പകുതി മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അര മുറി സവോള അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കരിയാപ്പില അരിഞ്ഞത്, പിന്നെ ഇത്രയും തേങ്ങ. ഇത്രയും മീനേ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയും തേങ്ങ, അതിൻ്റെ ഇരട്ടി തേങ്ങ എടുത്തിട്ട്. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് ഇട്ടിട്ട് ഞവടും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അരച്ചല്ല ഇത് എടുക്കുന്നത്, അതായത് തേങ്ങ ചതയ്ക്കാതെ തന്നെ എടുക്കുന്നത്. തേങ്ങയും കൂടി ഇവിടെ ഇട്ട് കൊടുക്കാം, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഞെരടി എടുക്കാം. നന്നായി ഞെരടി എടുത്തിട്ട് അതിലേക്ക് ഈ ഇത്രയും ഐറ്റംസിൻ്റെ 1/4 ഭാഗം വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ചത് അതിനകത്ത് കിടന്ന് വെന്ത് പിന്നെ വെള്ളം വറ്റാതെ പിന്നെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് വെന്തു പോകും. എല്ലാം കൂടെ വെന്തൊരു കറി പോലെ ആയിട്ട്. പക്ഷെ നമുക്ക് വേണ്ടിയത് തോരനായിട്ടാണ്. ഇനി ആവശ്യമായ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ പീര വറ്റാനുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതാ ഇത്രയും. ഇത് പീര ആവി കയറിയിട്ട് നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഗ്യാസിലോട്ട് വെക്കണം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ആവി കയറ്റണം. ഇതൊന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് ചെറുതീയിലിട്ട് കൊടുക്കണം. ആവി വന്നിട്ടുണ്ട്, നമുക്ക് തീ കുറച്ച് വെക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3-4 കുരുമുളക് ചതച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണേ. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കാം. ഇത് വേവുന്നിടം വരെ ഒരു 5 മിനിറ്റ് വേവേ ഉള്ളൂ. അത് വേവുന്നിടം വരെ അവിടെ ഇരുന്ന് അടച്ചിരുന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. മാങ്ങയൊക്കെ കാണാനേ ഇല്ല. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. മാങ്ങയൊന്നും കാണാൻ പോലും ഇല്ല. വെള്ളം നന്നായിട്ട് വറ്റി. പിന്നെ നാട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചക്കക്കുരു കൂടെ ചേർത്താണ് വറ്റിക്കുന്നത്. നമുക്കിവിടെ ചക്കക്കുരു അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതിട്ടിട്ടില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. മതി, ഒരു 1/2 ടീസ്പൂൺ അത്രയും എണ്ണ മതിയാവും. അത് നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്. അത് നമുക്കൊന്ന് അടച്ചു വെച്ചെങ്കിൽ നമ്മളിത് ഉപയോഗിക്കാൻ നേരം മാത്രമേ ഇളക്കിയെടുക്കത്തുള്ളൂ. ആ പച്ച വെളിച്ചെണ്ണ വെന്ത മണം അതിനകത്ത് ഇറങ്ങണം. അത് ഞാൻ അടച്ചു വെക്കും. അപ്പോഴത്തേന് ബാക്കി ചട്ടിയെ പറ്റിയൊക്കെ ചെയ്യുന്ന വെള്ളമൊക്കെ വറ്റിക്കോളും. അപ്പം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രം തുറന്നാൽ മതിയത്. ഉണക്കപ്പൊടി മീൻ മാങ്ങ ഇട്ട് വറ്റിച്ചത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ UAE ഇഷ്ടം പോലെ ഉണക്കമീൻ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഞാനത് വീണ്ടും പറയുകയാണ്. അപ്പൊ ഇനി പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.